സി പി ഐയുടെ രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളും എന്നും വളരെ ശ്രദ്ധാപൂർവമാണ് കേരളം മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു നിർണായക ഘട്ടത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായി നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണിത്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്തം വളരെയേറെ ഒരു പരീക്ഷണഘട്ടം തന്നെയാണ്. 4 സ്ഥാനാർത്ഥികളാണ് സി പി ഐയുടെ മത്സരരംഗത്തുള്ളത്. എങ്ങനെ ഈ പൊതു തെരഞ്ഞെടുപ്പിനെ കാണുന്നു സഖാവ് ബിനോയ് വിശ്വം? പരീക്ഷണ ഘട്ടം എന്ന് വിളിക്കേണ്ട, അതെ, ഗൗരവമേറിയ ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ശരിയാണത്. അതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യം എത്രയും ശരിയാണ്. സി പി ഐയെ കേരളവും ഇന്ത്യയും എല്ലാ കാലത്തും ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ട്. അത് സി പി ഐ അത്ര വലിയ പാർട്ടിയല്ല, അതെ, എങ്കിലും സി പി ഐ മഹത്തായ പാർട്ടിയാണ്. നിലപാടുകളെന്നും ഇന്ത്യ വളരെ ഉറപ്പായിട്ടും ആയിരിക്കുകയും ചെയ്യും. അതെ അതെ. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് നാടിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശരികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണിത്. അവിടെ പാർലമെൻറ്റിൽ ആ സാന്നിധ്യം വർദ്ധിപ്പിക്കണം. അതിൽ സവിശേഷമായൊരു പങ്കുണ്ട് ഈ കേരളത്തിൽ നിറവേറ്റാൻ. ആ രാഷ്ട്രീയ ബോധമുണ്ട് LDF. എല്ലാ തരത്തിലും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഫാസിസ്റ്റ് ശൈലിയിലേക്ക് നാൾക്കുനാൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിൻ്റെ താഴത്തിറക്കിയ മതിയാവും. ഒരു 3-ാം ഊഴം മോദിക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ പ്രിയപ്പെട്ട രാഷ്ട്രീയ മൂല്യങ്ങളെയും തകർത്തെറിയുക എന്നായിരിക്കും അർത്ഥം. അതിനെ ചെറുത്തേ തീരൂ. ആ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുമ്പോൾ കേരളത്തിന് നിറവേറ്റേണ്ട ഒരു വലിയ പങ്കുണ്ട്. ആ പങ്ക് ജനാധിപത്യം, മതേതരത്വം, ഭരണഘടനാ മൂല്യങ്ങൾ, ഇവയ്ക്കെല്ലാം വേണ്ടി ഉറച്ചു നിൽക്കുന്ന പരമാവധി MP-മാർ ലോക്സഭയിലുണ്ടാകണം. ആ MP-മാർ അവിടെ എത്തും എന്നുറപ്പാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ ഗൗരവത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ഈ മൂല്യങ്ങൾക്ക് വേണ്ടി ഉറപ്പോടെ, ചങ്കുറപ്പോടെ നിൽക്കാൻ കെൽപ്പുള്ള 20 MP-മാരെ അവിടെ എത്തിക്കാനാണ്. അതൊരു വലിയ പോരാട്ടമാണ്. ഞാനതിനെ ജീവൻ മരണ പോരാട്ടം എന്നും വിളിക്കും. ഇപ്പം സഖാവ് പറഞ്ഞു, 3ാമതൊരു ഊഴം കൂടി മോദി വന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നൊരു അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച്. അങ്ങിപ്പം രാജ്യസഭാംഗം കൂടിയാണ്. ദേശീയ തലത്തിൽ കൂടി കേരളത്തിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ പോലും ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യ മുന്നണിയെ ആ രൂപത്തിൽ വാർത്തെടുത്ത് ഒരു 3ാം തവണ മോദി വരുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മുന്നൊരുക്കം വേണ്ടത്ര നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ 2015 മുതൽ പാർട്ടി തീരുമാനപ്രകാരം ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരാണ്. ദേശീയ രാഷ്ട്രീയത്തെ കുറച്ചുകൂടി അടുത്തു നിന്ന് മനസ്സിലാക്കാൻ എനിക്കത് അവസരമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെപ്പോലെ, നിരീക്ഷകനെപ്പോലെ, ചിലപ്പോൾ ഒരു ചെറിയ അളവിലെങ്കിലും പങ്കാളിയെപ്പോലെ ഞാനതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വിപത്തായി RSS നയിക്കുന്ന BJPയുടെ ഈ ഭരണത്തെ ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് CPI ആണ്. ഏറ്റവും വലിയ മുഖ്യ ശത്രു ഏതാണ്? രാഷ്ട്രീയത്തിൽ ആ പ്രശ്നമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ നമ്മൾ മുഖാമുഖം നോക്കുമ്പോൾ ആരാണ് മുഖ്യ ശത്രു, എന്താണ് മുഖ്യ കടമ, ഈ ചോദ്യമുണ്ട്. 2015 CPI പറഞ്ഞു മുഖ്യ ശത്രു RSSനാൽ നയിക്കപ്പെടുന്ന BJP ആണ്. അതിൻ്റെ ഭരണത്തെ താഴത്തിറക്കിയേ തീരും. അതിനുവേണ്ടി എല്ലാ മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികളുടെയും വിശാലമായ ഒരൈക്യനിര വേണമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി പറഞ്ഞ പാർട്ടി CPI ആണ്. വർഷങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ രാഷ്ട്രീയ അജണ്ടയിൽ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസിനേക്കാൾ മുമ്പ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ദൂരക്കാഴ്ചയാണ്. അതേ ദൂരക്കാഴ്ചയോടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, 15 CPI പറഞ്ഞു, ഇപ്രകാരം ഒരു സഖ്യം വേണം, മുഖ്യ ശത്രുവായിട്ട് BJPയെ കണ്ടുകൊണ്ട്
RSSനെ കണ്ടുകൊണ്ട് അതിനെ ചെറുക്കാൻ പോകുന്ന ശക്തികളുടെ ഒരു ഐക്യനില വേണമെന്ന് ഖണ്ഡിതമായി CPI പറഞ്ഞു. അന്ന് CPI അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല അത് ഏറ്റു പറയാൻ. സംശയം പറഞ്ഞ പലരുമുണ്ട്. CPI ഖണ്ഡിതമായി അത് പറയുകയും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. ക്രമേണ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ മുദ്രാവാക്യമായിട്ട് മാറി. 28 പാർട്ടികൾ ഏറിയും കുറഞ്ഞും ഉള്ള അളവിൽ ഈ ആശയത്തെ ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ് വാസ്തവത്തിൽ ഇന്ത്യ സഖ്യം. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ പിറവിയിൽ, അതിൻ്റെ വളർച്ചയിൽ മറ്റെല്ലാ പാർട്ടികളെപ്പോലെ തന്നെയോ ചിലപ്പോൾ അതിനേക്കാൾ ഒരുപടി കൂടുതലോ ആകാംക്ഷയുണ്ട് CPIക്ക്. CPI ആ രാഷ്ട്രീയത്തെ പൂർണ്ണമായും ശരിവെക്കുന്നു. അതിനുവേണ്ടി CPI വഹിക്കേണ്ട പങ്ക് വഹിക്കും. പക്ഷേ അത്ഭുതമോ നിരാശയോ ഒന്നും വേണ്ട. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണത്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഇത്തരം ഘട്ടത്തിൽ പോലും ഇതേ അളവിൽ അല്ലെങ്കിൽ ആവശ്യമുള്ള അളവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായവർക്ക് എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും അതിനകത്തൊരു വലിയ പങ്ക് വഹിക്കാൻ കടപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിക്ക് ഇത്തരം ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും കൃത്യമായ നിലപാട് സ്വീകരിക്കാനാകുന്നില്ല. അത് പുതിയ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഈ സീറ്റ് ധാരണകളുടെ ചർച്ചകൾ ഏകദേശമൊക്കെ പൂർത്തിയായി. ഇപ്പോൾ UPയിലൊക്കെ CPI ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നാണ്. 5 സീറ്റിലും CPI തനിച്ച് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ പിന്നിൽ അത് കോൺഗ്രസ് എന്ന് നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണോ ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ തലത്തിലെ ഒരു പ്രതിപക്ഷ ഐക്യനിരക്ക് വേണ്ടത്ര ഒരു ഫോക്കസ് ലഭിക്കാതെ പോയത്? അല്ല, UPയിലെ കാര്യം എടുത്താൽ അത് കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ല. UPയിലെ കോൺഗ്രസ് ഗൗരവമുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലാതെ മാറിക്കഴിഞ്ഞു. പഴയ പ്രതാപമൊക്കെ പോയി. അവിടെ SP-യുടെ കയ്യിലാണ് നിയന്ത്രണം. അവിടെ CPI അതിര് കവിഞ്ഞൊന്നും ചോദിച്ചില്ല. CPI ചോദിച്ച് 80 സീറ്റുകളിൽ ഒരു സീറ്റാണ് CPI ആവശ്യപ്പെട്ടത്. CPIക്ക് മത്സരിക്കാൻ അർഹതയുണ്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു സീറ്റാണ് CPI ചോദിച്ചത്. അത് കിട്ടിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ രാഷ്ട്രീയ സാന്നിധ്യം അറിയിച്ചു തീരും. അതുകൊണ്ട് 5 സീറ്റുകളിൽ CPI മത്സരിക്കുന്നു. ഞങ്ങൾക്കറിയാം മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്ര വലിയൊരു മത്സരത്തിൽ ഞങ്ങളെപ്പോലൊരു പാർട്ടി, വിഭവശേഷി കുറഞ്ഞൊരു പാർട്ടി, ഭാര്യ അറിയാൻ പണം തീരെയില്ലാത്ത പാർട്ടി, ആ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെപ്പറ്റി ഞങ്ങൾക്കറിയാം. ഞങ്ങളത് ആഗ്രഹിച്ചതല്ലേ ഒറ്റയ്ക്കുള്ള മത്സരം. പക്ഷേ അത് അനിവാര്യമായി തീർന്നു. ഞങ്ങൾ മത്സരിക്കുന്നു. പക്ഷേ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് കൈക്കൊണ്ട നിലപാടിനെ പറ്റി ഇവിടെ പറഞ്ഞു തീരും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ BJP ഭരിക്കുന്നത്? ഞാൻ പറയും, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ദൂരക്കാഴ്ച ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ഈ 3 സ്റ്റേറ്റുകളും ഭരിക്കാൻ അവസരം കിട്ടുമായിരുന്ന കോൺഗ്രസ്സിന് ആ അവസരം കൈമോശം വന്നത്. കോൺഗ്രസ് അത് BJPക്ക് ദാനം കൊടുത്തു എന്ന് ഞാൻ പറയും. യോജിക്കാവുന്ന എല്ലാവരോടും മാന്യമായി സംസാരിച്ച് ഒരു മര്യാദയ്ക്കുള്ള ധാരണ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ 3 സീറ്റുകളും 3 സ്റ്റേറ്റുകളും ഇന്ന് കോൺഗ്രസ് ഭരിക്കുമായിരുന്നു. ഇതാണ് പുതിയ കോൺഗ്രസ്. ഈ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം നരേന്ദ്രമോദി പറയുന്നത് 400-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ്. ഇന്ത്യയിൽ നമുക്കറിയാം 1984 നടന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 400-ലധികം സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്നിരുന്നു അന്ന് രാജീവ് ഗാന്ധി. പക്ഷേ 89 ആകുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ അന്നത്തെ ഭരണം അതുണ്ടാക്കി വെച്ച ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇന്ത്യക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്ന് ഇന്നുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വ പ്രതിപക്ഷത്തേക്കാൾ ദുർബലമായ ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് പക്ഷേ VP സിംഗിനെ പോലുള്ള നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെയും CPIയുടെ ഒക്കെ ഒരു പ്രാധാന്യം നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയില്ല. രാജേശ്വർ റാവുവിനെ പോലെ, ഇന്ദ്രജിത് ഗുപ്തയെ പോലുള്ള ഒരു വലിയ നേതൃനിര പ്രതിപക്ഷ ശക്തിയെ പരമാവധി സമാഹരിച്ചുകൊണ്ട് കോൺഗ്രസിനെ നേരിടാൻ ഒരു പ്രതിപക്ഷം എങ്ങനെ കൂട്ടായി പ്രവർത്തിക്കണമെന്നന്ന് കാണിച്ചു തന്നു. അങ്ങനെയാണല്ലോ VP സിംഗ് ഗവൺമെൻറ് വന്നത്. എന്തുകൊണ്ട് ഇപ്പം അന്നത്തെ പ്രതിപക്ഷത്തെ വെച്ച് നോക്കിയാൽ അതിനേക്കാൾ ശക്തമായൊരു പ്രതിപക്ഷമാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത്. എന്നിട്ടും വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 3ാമത്തെ തവണ മോദി വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? ഇപ്പോൾ പോലും ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും
പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട പാർട്ടികൾ ആ പങ്കിനെ പറ്റിയുള്ള രാഷ്ട്രീയ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇപ്പോഴും അത് സാധ്യമാണ്. സ്വേച്ഛാധിപതികൾ എപ്പോഴും പരാജയഭീതി വരുമ്പോൾ അത് പുറത്ത് കാണിക്കില്ല. പരാജയഭീതി അവരെപ്പോഴും മൂടി വയ്ക്കുന്നത് വലിയ വായിലുള്ള വർത്തമാനങ്ങൾ വഴിയാണ്. ഹിറ്റ്ലർ എങ്ങനെയായിരുന്നു, മുസോളിനി എങ്ങനെയായിരുന്നു. ലോകത്തെ ചരിത്രം വായിച്ചാൽ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഭാഷയാണ്. അതിന് പരാജയത്തിൻ്റെ ഒരു മണമടിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. അപ്പോൾ അത് ഗർവ് കൂടുതൽ കാണിക്കും. അതാണിപ്പോൾ മോദി കാണിക്കുന്നത്. ഈ 400-ൻ്റെ മേൽ സീറ്റ് എന്ന പ്രഖ്യാപനം, 3-ാം ഊഴം ഉറപ്പാണ് എന്ന വർത്തമാനം, 4ാമത് ഭരിക്കുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതായിരിക്കും എന്നുള്ള മുൻകൂട്ടി പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ഒന്നൊന്നായി കാണിക്കുന്നുണ്ട് മോദിയെ അതിഭീകരമായിട്ട് പരാജയബോധം വേട്ടയാടുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്ന കയറൂരി വിട്ട IT, കയറൂരി വിട്ട ED. ഇതെല്ലാം കാണിക്കുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ BJPയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ പരാജയഭീതിയാണ്. അതിൻ്റെ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യമാണ്. അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യമായ അയവേറിയ രാഷ്ട്രീയ മൂർച്ചയുള്ള തീരുമാനം കൈക്കൊള്ളാൻ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കാകുമോ, അതിനെ ഒരു വലിയ അളവിൽ സ്വാധീനിക്കാൻ കഴിയുന്ന കോൺഗ്രസ് പാർട്ടിക്കാകുമോ? ഈ ചോദ്യങ്ങളെല്ലാമാണ് ചോദ്യങ്ങൾ. ഇപ്പോൾ EDയെക്കുറിച്ച് പറഞ്ഞു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ്. EDയുടെ പ്രവർത്തനം അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയ മന്ത്രിമാരെ കൂടെ അവർ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കേരളത്തിലും ED വന്ന് മുട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഈ വിഷയത്തെ അങ്ങ് കാണുന്നു? കേരളത്തിൽ കൂടി EDയുടെ പുതിയ ഇടപെടൽ വന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു? ഇന്ത്യയിലെമ്പാടും തങ്ങളുടെ കയ്യിലുള്ള ഇത്ര ഏജൻസികളെ, അതൊന്നും രാഷ്ട്രീയ ഏജൻസികളല്ല, അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു പിൻബലമുള്ള ഏജൻസികളാണ്. ആ ഏജൻസികളെയെല്ലാം മുമ്പ് ആരും കാണിക്കാത്ത പോലെ, അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ആരും കാണിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള അളവിൽ സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള കളിപ്പാവയോ ഉപകരണമോ ചട്ടുകമോ ഒക്കെ മാറ്റിക്കൊണ്ട് നീങ്ങുകയാണ് മോദി ഗവൺമെൻറ്. ഈ ഒരു മുഖ്യമന്ത്രി ജയിലിലാണ്. ആദ്യം പോയത് സോറനാണ്, ഹേമന്ത് സോറൻ, ജാർഖണ്ഡിൽ. പിന്നെ അരവിന്ദ് കെജ്രിവാൾ. ഇതിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ഒരു രാഷ്ട്രീയ എതിരാളിയെ വേട്ടയാടാൻ തീരുമാനിച്ചിട്ട് അതിന് വേണ്ട ഒരു സ്കീമുണ്ടാക്കി നീങ്ങുകയാണ് ഗവൺമെൻറ്. ഇതൊരു നേരും നെറിയും ഉള്ള ഗവൺമെൻറ്റിൻ്റെ വഴിയല്ല. പരാജയബോധത്താൽ എല്ലാ നിലയും തെറ്റിപ്പോയ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരുതരം പിടച്ചിലാണ്. അതേ പിടച്ചിലാണ് EDയെ കേരളത്തിലേക്കും പറഞ്ഞയക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തൊരു വാർത്ത പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ ബാങ്കിൻ്റെ അഴിമതി, സഹകരണ മേഖലയിൽ നടന്ന ചില കേസുകൾ, അതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതൊക്കെ ചെന്നെത്തി നിൽക്കുന്നത് ഒരു ഓഫീസിലാണ്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളെല്ലാം എത്തി നിൽക്കുന്നത് ഒരു ഓഫീസിലാണ് എന്ന് അദ്ദേഹം പേര് പറയാതെ ഒരു സൂചനയോടുകൂടി ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ വിഷയത്തെ എങ്ങനെ CPI നോക്കിക്കാണുന്നു? ആ ഓഫീസിനെ പറ്റി പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ആദ്യമായിട്ടല്ല BJP പറയുന്നത്. BJP കഴിഞ്ഞ കുറേ കാലമായിട്ട് പറയുകയായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആ ഓഫീസിനെ ചൂണ്ടിയാണ് ഇത്തരം കഥകളുടെ വലിയ പെരുവള്ളപ്പാച്ചിലുണ്ടായത്. അതെല്ലാം ഉണ്ടായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാണ് ആ ഓഫീസിനെ, അത് നയിക്കുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ വീണ്ടും അധികാരമേൽപ്പിച്ചു. അന്ന് പയറ്റി പരാജയപ്പെട്ട, വായുത്തല മടങ്ങിപ്പോയ അതേ വാളുകൊണ്ട് വീണ്ടും വെട്ടാനാണ് ഇപ്പോൾ മോദിയുടെ പുറപ്പാട്. ആ വാൾ ഏശില്ല. ആ ഓഫീസ് നയിക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്കറിയാവുന്ന മുഖ്യമന്ത്രിയാണ്. അതൊരു വെറും മുഖ്യമന്ത്രിയല്ല, കെട്ടിടക്കപ്പെട്ട ആളല്ല. ആ മുഖ്യമന്ത്രി ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പോരാളിയായ നേതാവാണ്. പരീക്ഷിക്കപ്പെട്ട സമരപാരമ്പര്യമുണ്ട്. അത് അറിയാൻ ജനങ്ങൾക്ക്. ഏതെങ്കിലും ബാങ്കുകളിലെ ക്രമക്കേടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ആ ക്രമക്കേടുകാരെ രക്ഷിക്കണമെന്നല്ല. ആ ക്രമക്കേടുകാർ കാണിച്ച തെറ്റായ നിലപാട് മൂലം
നഷ്ടപ്പെട്ട ജനങ്ങളുടെ ആ നഷ്ടം നികത്താനും അവർക്ക് അവകാശപ്പെട്ട പണം തിരിച്ചു കൊടുക്കാനും ഗവൺമെൻറ് ആകാവുന്ന എല്ലാ വഴിയും ചെയ്യുന്നുണ്ട്. അതും ജനങ്ങൾ കാണുന്നുണ്ട്. ഇടതുപക്ഷം അഴിമതിയുടെ കാവൽക്കാരല്ല, ആകാൻ പാടില്ല. CPIക്കകത്ത് പലപ്പോഴും ഇടതുപക്ഷ മുന്നണിയിൽ നേരത്തെ വെളിയം ഭാർഗവൻ സഖാവ് പോലുള്ള ആളുകൾ സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ ഒരു തിരുത്തൽ ശക്തിയായി എന്നും പ്രതീക്ഷയോടെ CPI നോക്കിക്കണ്ടിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം വെറ്റിനറി കോളേജിൽ നടന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സുരേഷ് കുറുപ്പിനെ ചുവട് പിടിച്ചുകൊണ്ടെന്ന് സഖാവ് ബിനോയ് പറയുന്നത് ഉണ്ടായിരുന്നു. പിന്നെ SFI വേഷധാരികളായ ചിലർ അവിടെ ചില പോരായ്മകൾ കാണിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ എന്താണ് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാകും? SFIയെ കുറിച്ച് അങ്ങനെ ഒരു തിരുത്തൽ ശക്തി എന്നൊരു തൊപ്പി ഞങ്ങളുടെ മേൽ ആരോ കെട്ടിയേപ്പിച്ചതാണ്. ഞങ്ങളെ മനസ്സിലാക്കേണ്ടത് മൂല്യബോധത്തിൻ്റെ പാർട്ടിയെന്നാണ്. മൂല്യബോധം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർണായകമാണ്. അതിൻ്റെ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമാണ് മൂല്യബോധം. മൂല്യബോധത്തിന് ആ വാക്ക് പകരം വാക്കാകുന്നില്ല. മൂല്യബോധം ആവശ്യപ്പെടുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണം. മൂല്യബോധം വെടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രമേണ കമ്മ്യൂണിസ്റ്റ് അല്ലാതായിട്ട് മാറും എന്ന് CPIക്ക് ബോധ്യമുണ്ട്. വെളിയം ഭാർഗവൻ്റെ കാലം മുതലേ അതിന് മുമ്പും അതിന് പിമ്പും CPIക്ക് എന്നും പ്രധാനമാണ് മൂല്യബോധങ്ങൾ. അത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൻ്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ടൊരു പാർട്ടിക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇരട്ടി ജാഗ്രത വേണം. ചുറ്റുപാടുമുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. പണത്തിൻ്റെ ആധിപത്യമുണ്ട്. എല്ലാത്തിനേക്കാളും വലുത് പണമാണ് എന്ന് പറയുന്ന ഒരു പുത്തൻ മൂല്യബോധം കമ്പോള മേധാവിത്വം ലോകത്തെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. കമ്പോളത്തിന് താഴെയാണ് എല്ലാം എന്ന് പറയുന്ന ഒരാശയത്തിന് ശക്തി പ്രാപിക്കാൻ കഴിയുന്ന ഈ വലതുപക്ഷ കാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കേണ്ട ഒരു ജാഗ്രതയെപ്പറ്റി CPIക്ക് ബോധ്യമുണ്ട്. അത് CPIക്ക് എന്നുമുണ്ട്, നാളെയും ഉണ്ടാകും. അത് CPIക്ക് വേണം. ആ തൊപ്പി മതി CPIക്ക്. അതോടൊപ്പം തന്നെ പൂക്കോട് കോളേജിലെ കാര്യം വളരെ ശരിയാണ് സഖാവ് സുരേഷ് കുറുപ്പ് പറഞ്ഞത്. SFI നാമധാരികളായ കുറച്ച് പേർ ഇന്നുണ്ട്. അവർക്ക് SFI അറിയില്ല. SFIയുടെ മഹത്തായ പാരമ്പര്യം അറിയില്ല. SFI നയിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വിലയറിയില്ല. അതിൻ്റെ ആശയം അത് സർവപ്രധാനമാണ്. ആ ആശയത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മാനവികതയും അറിയില്ല. അത്തരക്കാർ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വിക്രിയകളുണ്ട്. ആ വിക്രിയകൾ വാസ്തവത്തിൽ SFIയെ അതിൻ്റെ പാരമ്പര്യങ്ങളെ വലിയ അളവിൽ അപഹാസ്യമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ശക്തികൾക്ക് അത് ആയുധം കൊടുക്കുന്നുണ്ട്. അതേപ്പറ്റി ജാഗ്രതപ്പെടാനും പരിഹാരം കണ്ടെത്താനും SFIക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും സാധിക്കും എന്നുറപ്പുള്ള ഒരു മുൻ AISFകാരനാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. CPI കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വേറിട്ട പാതയിലൂടെ CPMൻ്റെ ഭാഗത്തു നിന്നൊരു ചലനം അല്ലെങ്കിൽ ഒരു നടപടികൾ ഉണ്ടാകുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെല്ലാം CPIയും CPMും പ്രത്യേകിച്ചും എല്ലാ പാർട്ടി കോൺഗ്രസുകളിലും ചർച്ചയ്ക്കെടുക്കുന്ന പ്രധാനപ്പെട്ട രേഖയുണ്ട്, സംഘടനാ രേഖ. ആ രേഖയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ദൗർബല്യങ്ങൾ, ആശയ ദൗർബല്യങ്ങൾ, രാഷ്ട്രീയ വീഴ്ചകൾ, സംഘടനാ പിഴവുകൾ. ഇതെല്ലാമാണ് അതിൽ പെടുന്നത്. അവിടെയെല്ലാം പാർട്ടികൾ, ഈ രണ്ട് പാർട്ടികളും CPIയും CPMും എന്ന് ഊന്നിപ്പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ കാണിക്കേണ്ട ജാഗ്രതയുടെ പ്രാധാന്യം കൂടുകയാണ്. ആ ജാഗ്രതയ്ക്ക് പകരം മറ്റൊന്നില്ല എന്നാണ് CPIയും CPMും അണികളെ എന്നും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും വീണ്ടും പ്രശ്നം വർദ്ധിക്കുന്നുമുണ്ട്. അതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ്. ലോകത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരാശയ പരിസരമുണ്ട്. അതാണ് അതിൻ്റെ കാരണം. CPMൻ്റെ പ്രത്യേകത ഈ പാർട്ടി കോൺഗ്രസുകളിലെ സംഘടനാ രേഖയ്ക്ക് അപ്പുറത്തേക്ക് പോയി CPM ഇതേ വിഷയം മാത്രം ചർച്ച ചെയ്യാനായി പ്രത്യേക പ്ലീനം വിളിച്ചു കൂട്ടി പാലക്കാട്. ആ പ്ലീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന CPIക്കും CPMനൊക്കെ ബാധകമായിട്ടുള്ള ഒരുപാട് തെറ്റുകളും ദൗർബല്യങ്ങളും എണ്ണി പറഞ്ഞു. അല്ലെ, ആവർത്തിക്കുന്നില്ല ഞാൻ, എണ്ണിപ്പറഞ്ഞു. എന്നിട്ട് അത്തരം തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ പാർട്ടി കാണിക്കേണ്ട ജാഗ്രതയെപ്പറ്റി അണികളെ പഠിപ്പിക്കാൻ CPM പ്രത്യേകിച്ച് മുൻകൈ എടുത്തിട്ടുണ്ട്.
ആ അളവിൽ ഞാൻ CPM മാനിക്കുന്നുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ആ സംഘടനാ പ്രീണത്തിൻ്റെ തീരുമാനങ്ങളെ വേണ്ടത്ര പരിപാലിക്കാൻ കഴിയാതെ പോയി എന്ന ദൗർബല്യത്തെപ്പറ്റി CPM ബോധ്യം കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ മറികടക്കാൻ പറ്റും. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. ഇടതുപക്ഷ മുന്നണിയിലൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചില ആക്ഷേപങ്ങളും ഭരണത്തിനെതിരായിട്ടുള്ള ചില ആരോപണങ്ങൾ, അതിൻ്റെ പോരായ്മകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ CPI അതിൻ്റെ നിലപാടുകൾ തുറന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ CPI ഭരിക്കുന്ന ചില വകുപ്പ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലൊക്കെ അതിൻ്റെ പല ഔട്ട്ലെറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നു, സാധനങ്ങളില്ല, തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭരണതലത്തിൽ. ഇത്തരം വിഷയങ്ങളെയൊക്കെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അത് വേണ്ട രീതിയിൽ മുന്നണി തലത്തിൽ ടേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ്. രാഷ്ട്രീയ വൈരാഗ്യം മൂലം കേന്ദ്ര ഗവൺമെൻറ് കേരള സർക്കാരിനെ ഞെരുക്കുന്നുണ്ട്, കഴുത്തിൽ കുത്തിപ്പിടിച്ചേക്കുന്നവർ ഞെരുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനെ വിളിക്കേണ്ട പേര് ഫിനാൻഷ്യൽ എംബാർഗോ എന്നാണ്, സാമ്പത്തിക ഉപരോധമാണ്. കേരളത്തിനെതിരായിട്ട് നടത്തുന്നത് ആ ഉപരോധമാണ്. ക്യൂബയ്ക്കെതിരായി അമേരിക്ക ഏറെക്കാലമായി ചെയ്തു പോരുന്ന ഉപരോധത്തിൻ്റെ ഒരു ദേശീയ പതിപ്പാണ് ഇവിടെ കാണുന്നത്. എന്താ കുറ്റം കേരളത്തിൻ്റെ? ഇടതുപക്ഷത്തെ ആവർത്തിച്ച് വിജയിപ്പിച്ചു. അതിൻ്റെ പേരിൽ കേരളത്തിന് എല്ലാ തരത്തിലും ഞെരുക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്ന കാര്യമില്ല. കിട്ടേണ്ട ഒന്നും കിട്ടുന്നില്ല, അവകാശപ്പെട്ടൊന്നും തരുന്നില്ല, അവകാശപ്പെട്ട പണം തരുന്നില്ല, അവകാശപ്പെട്ട അരി തരുന്നില്ല, അവകാശപ്പെട്ട ഒന്നും തരുന്നില്ല. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഈ സാമ്പത്തിക ഞെരുക്കം സംസ്കാരത്തിൻ്റെ എല്ലാ വകുപ്പുകളെയും ബാധിക്കുന്നുണ്ട്. CPIയുടെ വകുപ്പുകൾ മാത്രമല്ല, LDF ഗവൺമെൻറ്റിൻ്റെ ഓരോ വകുപ്പിനെയും ബാധിക്കുന്നുണ്ട്. അതിൽ CPIയുടെ വകുപ്പുകൾക്ക് കൂടുതൽ ജനബന്ധമുള്ള വകുപ്പുകളായതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ വേഗം പ്രത്യക്ഷമാകും. ഒന്നാണ് സിവിൽ സപ്ലൈസ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൽ LDF ഒറ്റക്കെട്ടായി നീങ്ങണം. അത് LDFിൻ്റെ പൊതുനയമാണ്. ആ പൊതുനയമുണ്ടാക്കാൻ LDFിനകത്തും പുറത്തും CPI വഹിക്കേണ്ട പങ്ക് എന്താണ്? ആ പങ്ക് CPI വഹിച്ചിട്ടുണ്ട്. ആ CPIയും LDFും പൊതുവായി കൈക്കൊണ്ട നിലപാടിൻ്റെ ഫലമായിട്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്. ആ പണം കിട്ടിയപ്പോൾ LDF ഗവൺമെൻറ് തെളിയിച്ചത് അതിൻ്റെ പക്ഷപാതിത്വമാണ്. പണം കിട്ടിയ മാത്രയിൽ ആദ്യം ചെയ്തത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു കൊടുക്കാനാണ്. അത് കൊടുത്തു കഴിഞ്ഞു, കൊടുക്കാൻ തുടങ്ങി. അതിനെപ്പറ്റി ബോധ്യമാണ് ഞങ്ങൾക്ക്. പിന്നെ സപ്ലൈക്കോ, വിശപ്പാണ് വിഷയം, പ്രശ്നം ആഹാരമാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈക്കോയിലെ റാക്കുകൾ ശൂന്യമായി കിടക്കുമ്പോൾ LDFിന് മനസ്സിലാകും CPI പ്രശ്നമല്ലത്, അത് CPM പ്രശ്നവുമല്ല, LDF പ്രശ്നമാണ്. LDFിന് ഇതൊക്കെ വേഗം മനസ്സിലാകും. പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങളുടെ കാത്തിരിപ്പ്, സപ്ലൈക്കോയിൽ പോയി വില കുറഞ്ഞ സാധനം, കുറഞ്ഞ വിലയിൽ മികച്ച സാധനം വാങ്ങാൻ വേണ്ടിയുള്ള പാവപ്പെട്ട മനുഷ്യൻ്റെ കാത്തിരിപ്പ്, അതേപ്പറ്റി ആരെക്കാളും ബോധ്യമുണ്ടാകേണ്ട പക്ഷമാണല്ലോ LDF. ആ ബോധ്യമുണ്ട് LDFിന്, ഈ ഗവൺമെൻറ്റിന്. ആ ജനങ്ങൾ ഏതാണ്? ആ ജനങ്ങൾ ഞങ്ങളുടെ ജനങ്ങളാണ്. ഞങ്ങളുടെ ജനങ്ങളാണോ? അവരുടെ വേദനയും അവരുടെ വിശപ്പും അവരുടെ കാത്തിരിപ്പും ഞങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാകും? അതുകൊണ്ട് ആ കാഴ്ചപ്പാടോടുകൂടി LDF മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഫലമുണ്ടാകുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ മാവേലി സ്റ്റോറുകളിലെ ശൂന്യമായ റാക്കുകളിലേക്ക് സാധനങ്ങൾ എത്തുമെന്ന് ഉറപ്പാണ്. അത് ഞങ്ങൾ ഒന്നാമത്തെ ഗ്യാരൻറ്റിയാണ്. ഇത്തരം ഉറപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങളെല്ലാം കൂട്ടായി ശ്രമിക്കുന്നുണ്ട്. LDFിനൊരു വിഷയം പറയാൻ വേദികളുണ്ട്. CPIക്കും CPMനും അതിൻ്റെ അഭാവമില്ല. എല്ലാ കാര്യങ്ങളും വന്ന് പേപ്പറിൽ പറഞ്ഞ് TV പറഞ്ഞ് അതിൻ്റെ കാര്യമില്ല. എല്ലാ വഴിയും അടഞ്ഞാൽ മാത്രം ചെയ്യേണ്ട കാര്യമാണത്. എല്ലാ വഴിയും അടയില്ല LDF. അങ്ങ് അറിയില്ല. ഇപ്പം ഇത്ര ഏത് വിഷയങ്ങളും പറയാൻ LDFിൽ CPIക്ക് കഴിയും. എപ്പോൾ വേണമെങ്കിലും ഒരു ഫോണിൻ്റെ അപ്പുറത്തുണ്ട് CPM സെക്രട്ടറി. വേണ്ടപ്പോഴെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. ആവശ്യമുള്ള എല്ലാ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാൻ CPIക്ക് അവസരങ്ങളുണ്ട്. അവിടെയെല്ലാം CPI പറഞ്ഞത് കാലാവസ്ഥ വിഷയം മാത്രമല്ലല്ലോ, ജനങ്ങളെ ബാധിക്കുന്ന, നയങ്ങളെ ബാധിക്കുന്ന, ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രിയോടും മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ CPM സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ മാഷോടും പറയാൻ CPIക്ക് എല്ലാ അവസരങ്ങളുമുണ്ട്. അതെല്ലാം CPI ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നാളെ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് പറയാനുള്ള വേദി പത്രങ്ങളോ മാധ്യമങ്ങളോ മാത്രമല്ല.
ഇപ്പം നമ്മുടെ വനപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. മാത്രമല്ല 5 വർഷം എനിക്ക് തോന്നുന്നു VS മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. അപ്പോൾ ഒരു വനം മന്ത്രി എന്ന നിലയിൽ കൂടി ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണും? ഇന്ന് ആ മേഖലയിലെ ആളുകൾ ജീവിതം അതീവ ദുസ്സഹമായിരിക്കുകയാണ്. അതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ എന്താണൊരു മാർഗം? അതിനൊരു സൊല്യൂഷൻ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാവുക എന്നത് ഇപ്പോഴും ഒരു പൂർണ്ണതയിലെത്താത്തൊരു വിഷയമായി നിൽക്കുക. അതേപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞേക്കാം. വന്യജീവികളും മനുഷ്യരും തമ്മിലുണ്ടാകുന്ന ഈ കോൺഫ്ലിക്റ്റ്, ഈ സംഘർഷം, ആ സംഘർഷത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എവിടെയാണെങ്കിലും ഞങ്ങൾ നിൽക്കുന്നത് മനുഷ്യൻ്റെ കൂടെയായിരിക്കും. ഒന്നാമത്തെ പ്രാധാന്യം ഉണ്ടാകേണ്ടത് മനുഷ്യൻ്റെ ജീവനാണ്, സ്വത്തിനാണ്. അതിനൊപ്പം നിൽക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, LDF നിന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ വിഷയമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ പറയാൻ നമുക്ക് നേരെയല്ല. ഇപ്പോൾ ഇതിനൊരു ദീർഘകാല പരിഹാരവും വേണം, അടിയന്തര പരിഹാരവും വേണം. അടിയന്തര പരിഹാരം പ്രശ്നമുണ്ടാകുന്ന മേഖലയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി എത്തി ആശ്വാസം കൊടുക്കലാണ്, അവരെ സഹായിക്കലാണ് സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് സർക്കാർ തുടർന്നും ജാഗ്രത കാണിക്കും. ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ്? ശാശ്വത പരിഹാരം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ചില വകുപ്പുകളുടെ ഭേദഗതിയാണ്. അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJP ഗവൺമെൻറ്റാണ്, ഈ ഗവൺമെൻറ്റല്ല. ഇങ്ങനെ വന്യമൃഗ സംഘർഷമുള്ള മേഖലയിൽ അപകടകാരിയായ വന്യമൃഗങ്ങളെ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് പോയി. അവരെ വെടിവെച്ച് കൊല്ലാമല്ലോ, ഇപ്പം തന്നെ നിയമമുണ്ടല്ലോ. അതെ, ഒരു കേന്ദ്രമന്ത്രി അത്രയും നിരുത്തരവാദപരമായി തമാശ പറയും പോലെ ഇത്രയുമേറെ ഗൗരവമുള്ള കാര്യം പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതാണ് BJP. ഭൂപേന്ദ്ര യാദവ് എൻ്റെ നല്ല സുഹൃത്താണ്. അതെ, പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതി അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് നിരക്കാത്തതായിപ്പോയി. എന്താ നിയമം പറയുന്നത്? നിയമം പറയുന്നത് ഒരു വന്യജീവി ഇതുപോലെ അപകടകാരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ ആദ്യം ശ്രമിക്കേണ്ടത് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനാണ്. അതിനെ പിടികൂടി മാറ്റി കൊണ്ടുപോവുക. അത് പരാജയപ്പെട്ടാൽ അതിനെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മയക്കുവടി വെച്ച് മാറ്റുക. ഈ 2 വഴിയും കഴിഞ്ഞാൽ ചെയ്യേണ്ട 3ാമത്തെ വഴിയാണ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് വെടിവെക്കാനുള്ളത്. ഈ 1ഉം 2ഉം കടമ്പയെപ്പറ്റി ബോധ്യമുള്ള മന്ത്രി ആ 2 കടമ്പയെപ്പറ്റിയും മനഃപൂർവ്വം മറന്നുകൊണ്ടോ മാറ്റിവെച്ചുകൊണ്ടോ 3ാമത്തെ കാര്യം ഈസിയായി ചെയ്യാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ BJPക്ക് മാത്രം കഴിയുന്ന രാഷ്ട്രീയ തട്ടിപ്പാണ്. ആ തട്ടിപ്പിൻ്റെ ഒരു പ്രസ്താവന കേട്ടു നമ്മളെല്ലാം, ആ മന്ത്രിയുടെ വാക്കിൽ കൂടി. നിർഭാഗ്യവശാൽ അതാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്. തട്ടിപ്പിൽ കൂടി സത്യങ്ങൾ മുടിവെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടികിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമില്ല. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളാണ് ഇടതുപക്ഷ മുന്നണിയും UDFുമായി മത്സരിക്കുന്നത്. അതിൽ 20 സീറ്റിൽ ഇപ്പം 4 സീറ്റ് CPI മത്സരിക്കുന്നു. ഇതിൽ തന്നെ 2 സീറ്റുകൾ മാധ്യമങ്ങളിലൂടെ വരുന്ന ചില ഒരു വാർത്തകൾ ശരിയാണോ, എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനമെന്നൊന്നും അറിയില്ല. തൃശ്ശൂരും തിരുവനന്തപുരവും ഒരുപക്ഷേ BJPക്ക് ഒരു മുൻതൂക്കമുണ്ട്, പ്രചരണ രംഗത്തായിരിക്കാം, അങ്ങനെ പറയുന്നു. ഈ BJP കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സീറ്റ് ജയിക്കാനിടയാൽ, ഞാൻ പറയുന്നത് 2 പോട്ടെ, 1 സീറ്റ് ജയിക്കാനിടയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഇന്ത്യ മുന്നണിയിലെ ഏത് പാർട്ടി ഏറ്റെടുക്കും? സത്യത്തിൽ അതിൻ്റെ ഒരു വിജയസാധ്യത അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 മുന്നണിയിലെയും ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ BJP വിരുദ്ധ ശക്തികൾ എന്ന നിലയ്ക്ക് 2 മുന്നണിക്കും തുല്യ പങ്കാളിത്തമില്ലേ? അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മുന്നേറ്റം ഈ 2ഓ ഏതെങ്കിലും ഒരു സീറ്റിലോ ലഭിച്ചാൽ? എല്ലാ കാലത്തും LDFും CPIയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ്. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഒരുപോലെയല്ല. അവിടുത്തെ ഉയർച്ചകളും താഴ്ചകളും ശക്തിബന്ധങ്ങളും ഒന്നും ഒരുപോലെയല്ല, അത് മാറി മാറിയിരിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോരാട്ടം LDFും UDFും തമ്മിലാണ്. ആ പോരാട്ടത്തിൽ ഒരു കാരണവശാലും BJP ജയിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നതേയില്ല, ജയിക്കാൻ പാടില്ല. അത് ഉറപ്പാക്കും ഞങ്ങൾ BJPയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ 1ാം നമ്പർ ശത്രുവായി കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നും നയങ്ങൾ തീരുമാനിച്ചവരാണ്. അതാണ് ഞങ്ങൾ അതുകൊണ്ട് മത്സരിക്കുന്നത് LDF വിജയത്തിന് വേണ്ടിയാണ്.
കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ്സാണ് പറയേണ്ടത്. ഇതേ ന്യായമാണ് കോൺഗ്രസ് വയനാടും തിരുവനന്തപുരം എത്രയോ കാലമായിട്ട് CPI മത്സരിക്കുകയാണ്, എത്രയോ കാലമായിട്ട്. അതറിയാത്ത ആരാ ഉള്ളത്? ഒരുപക്ഷെ BJPക്ക് അറിയില്ലായിരിക്കും, ഇപ്പം ചില കോൺഗ്രസ്സുകാരും മറന്നു പോയേക്കാം. തിരുവനന്തപുരത്തും വയനാട്ടിലും ഏറെക്കാലമായിട്ട് എല്ലാ കാലത്തും മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ്. LDFിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ രണ്ടിടത്ത് മത്സരിക്കുന്നത് CPI ആണ്. തോണി അങ്ങനെ തന്നെയാണ്. അതിലും പ്രത്യേകിച്ചൊരു പുതുമയുമില്ല. ആ സീറ്റിലേക്ക് ഒരു പ്രധാനപ്പെട്ട മുഖത്തെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കാണിച്ച രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ലായ്മ കാണിച്ചത് കോൺഗ്രസ്സാണ്, ഞങ്ങളല്ല. രാഹുൽ ഗാന്ധിയോട് നല്ല സ്നേഹമുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക്. ഞാൻ കോൺഗ്രസ്സിലെ പ്രതീക്ഷയുടെ വാഗ്ദാനമായിട്ട് കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ. എനിക്ക് നല്ല അടുപ്പമുണ്ട് രാഹുൽ ഗാന്ധിയോട്. രാഷ്ട്രീയം സംസാരിക്കാൻ, വിമർശനങ്ങൾ പറയാൻ, അതെല്ലാം പറയുമ്പോഴും പരസ്പരം ആദരിക്കാൻ എല്ലാമുള്ള ബന്ധമുണ്ട്. ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ വയനാട്ടിലേക്ക് മത്സരിക്കാൻ വേണ്ടി ആരാ പറഞ്ഞയച്ചത്? അങ്ങനെ പറഞ്ഞയക്കുക വഴി കോൺഗ്രസ് അതിൻ്റെ ദൂരക്കാഴ്ചയില്ലായ്മ ഇന്ത്യയോട് വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെ ഒന്നുണ്ട്, ഫാർ സൈറ്റഡ്നെസ് അഥവാ ദൂരക്കാഴ്ച. അത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ആവശ്യമാണ്. അത് കോൺഗ്രസിന് ഇന്നില്ല. രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയിച്ചവർ അത് വീണ്ടും തെളിയിച്ചു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുന്നുമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താ? കൂട്ടമായിട്ട് കോൺഗ്രസിൽ നിന്ന് രാജ്യം മുഴുവനും നേതാക്കന്മാർ ഒഴുകിപ്പോവുകയാണ് BJPയിലേക്ക്. ഈ ഇടത്തറ എങ്ങനെ ഉണ്ടായി? മഹാത്മാഗാന്ധിയുടെ പാർട്ടി വിട്ട് ഗോഡ്സെയുടെ പാർട്ടിയിലേക്ക് ഈ ഒഴുക്കുണ്ടായത് എങ്ങനെയാണ്? അതേപ്പറ്റി എപ്പോഴെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്താ പറയാത്തത്? എന്തു പറ്റിപ്പോയി ഈ കോൺഗ്രസ്സിന്? അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രശ്നം സ്വയം കൃതാനർത്ഥമാണ്, അനർത്ഥമാണിത്. പക്ഷേ അത് കോൺഗ്രസ് സ്വയം ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്കതിനകത്ത് അമ്പരപ്പൊന്നുമില്ല. ഞങ്ങൾ ജയിക്കുന്നത് BJPയെ തോൽപ്പിച്ചുകൊണ്ട് LDF ജയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പോരാട്ടം കോൺഗ്രസ് BJP സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടെ അങ്ങനെയൊന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പണ്ട് വടകരയിലും ബേപ്പൂരിലും കണ്ട ആ ബന്ധം വീണ്ടും ആവർത്തിക്കുകയാണ് കേരളത്തിൽ. അതേത് മണ്ഡലത്തിലാണെന്ന് പറയാൻ പറ്റുമോ? അത് പൊതുവിൽ അതിൻ്റെ അന്തർധാരയുണ്ട്, പക്ഷേ ചിലയിടത്ത് പ്രത്യേകിച്ചുമുണ്ട്. പക്ഷേ അത് ഇല്ല. ഇപ്പോൾ നമ്മൾ ഇത് ശരി, ഇടതുപക്ഷത്തെ മുഖ്യ എതിരാളിയിട്ട് ആരൊക്കെ കാണുന്നുണ്ട്? നമ്പർ 1 എനിമിയായിട്ട് ലെഫ്റ്റിൽ ആരെല്ലാം കാണുന്നുണ്ട്? 2 കൂട്ടർ കാണുന്നുണ്ട്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. LDFന് ഇടതുപക്ഷത്തെ 1ാം നമ്പർ ശത്രുവായി പ്രഖ്യാപിക്കുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ ഇടത്തറയിലാണ് BJPയും കോൺഗ്രസും കൈകോർക്കുന്നത്. അതൊരു മണ്ഡലത്തിലല്ല, അത് എല്ലായിടത്തും ഉണ്ട്. കേരളം മുഴുവനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു. കോൺഗ്രസ് BJP ബന്ധത്തിൻ്റെ സാധ്യതയുണ്ട്. നടക്കുന്നുണ്ട്. അതിനെ തോൽപ്പിക്കണം. ഞങ്ങൾ LDFൻ്റെ ഓരോ ഘടകവും അണികളോട് പറയുന്നുണ്ട്, വോട്ടർമാരോട് പറയുന്നുണ്ട്, തോൽപ്പിക്കേണ്ടത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെയാണ്. പലവട്ടം കേരളം തോൽപ്പിച്ച് പറഞ്ഞയച്ച ആ കൂട്ടുകെട്ടിനെ തലവെക്കാൻ സമ്മതിക്കാൻ പാടില്ല. അതിനെ വീണ്ടും പരാജയപ്പെടുത്തണം. ഞങ്ങൾ പരാജയപ്പെടുത്തും. ഞങ്ങൾ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെ വയനാട്ടിലും പരാജയപ്പെടുത്തും, തിരുവനന്തപുരത്തും പരാജയപ്പെടുത്തും. ഞങ്ങൾ കേരളം മുഴുവനും പരാജയപ്പെടുത്തും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു പരീക്ഷണഘട്ടം. ഞാൻ പരീക്ഷണഘട്ടം എന്ന് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലല്ല. CPIയുടെ പുതിയ സെക്രട്ടറി ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തവണ, കഴിഞ്ഞ തവണ CPIക്ക് 4 സീറ്റും പരാജയപ്പെട്ടിരുന്നു. ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ കേരളത്തിൽ? ഞങ്ങൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നു. CPI ഇത്തവണ കേരളത്തിലെ അതിൻ്റെ റെക്കോർഡ് തിരുത്തി കുറിക്കും. 4 മണ്ഡലത്തിൽ ഞങ്ങൾ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, CPIക്ക് നല്ല യാഥാർത്ഥ്യബോധമുണ്ട്. എന്താണ് CPI എന്ന് ഞങ്ങൾക്കറിയാം. എന്താണ് അതിൻ്റെ ശേഷി എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ഉൾക്കാമ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിമിതിയും അറിയാം. എല്ലാ പരിമിതിക്കും അപ്പുറത്ത് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട, പൂർത്തീകരിക്കേണ്ട ദൗത്യം എന്താണ് എന്ന് CPIക്ക് അറിയാം. ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറിയായിട്ട് ഞാനൊരു പുതിയ ആളാണ്. പക്ഷേ വിദ്യാർത്ഥി കാലം മുതൽ ഞാനുണ്ട് കേരളത്തിൽ. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഞാൻ. ഇടയ്ക്ക് കുറച്ചു കാലം ഡൽഹിയിലൊക്കെ പലപ്പോഴായിട്ട് മാറി നിന്നിട്ടുണ്ട്. വിദ്യാർത്ഥി യൂത്ത് കാലത്ത് കുറച്ചു കാലം 4 കൊല്ലം യൂറോപ്പിൽ പോയിട്ടുണ്ട്.
പിന്നെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് ഞാൻ ഡൽഹിയിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ എല്ലാം മനസ്സും കണ്ണും കാതും എല്ലാം ഇവിടെയല്ലേ, ഇതല്ലേ നമ്മുടെ മണ്ണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിലെ മനുഷ്യർ, കേരളത്തിലെ സ്പന്ദനങ്ങൾ, ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ മഴ, ഇവിടുത്തെ വെയിൽ, ഇവിടുത്തെ പുഴ, ഇവിടുത്തെ കാട്, ഇവിടുത്തെ ജീവികൾ, സർവോപരി ഇവിടുത്തെ മനുഷ്യർ, അവരുടെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സി പി ഐയുടെ സെക്രട്ടറി ഒരു പുതിയ അവതാരമൊന്നുമല്ല. സി പി ഐയുടെ സെക്രട്ടറി പഴയ ആൾ ഇപ്പോൾ ഒരു പുതിയ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു. ആ ചുമതല ഒരാൾ നിറവേറ്റേണ്ടതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എപ്പോഴും ഉള്ളത് ഒരു കൂട്ടായ നേതൃത്വമാണ്. അതിൻ്റെ ഭാഗമാണ് ഞാൻ. ആ കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറി വഹിക്കേണ്ട പങ്കുണ്ട്. ആ പങ്ക് വഹിക്കാൻ ഞാൻ പ്രാപ്തനാണ്. എന്നെ പാർട്ടി അത് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ച ആ വ്യക്തതയോടുകൂടി അതിൻ്റെ ആശയ രാഷ്ട്രീയ സംഘടനാ ബോധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ പങ്ക് ഞാൻ നിറവേറ്റും. സഖാവ് എ കെ ബാലൻ അല്പം തമാശയായിട്ടാണെങ്കിൽ പോലും ഗൗരവമുള്ളൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ച് പറഞ്ഞത്. അതായത് ദേശീയ അംഗീകാരം പാർട്ടിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് ഇനാംബേജി പിന്നെ 3-4 തമാശയായിട്ടാണെങ്കിൽ പല ചിഹ്നങ്ങൾ മത്സരിക്കേണ്ടി വരും. സത്യത്തിൽ അതിന് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമല്ലേ. സി പി ഐക്ക് നിലവിലിപ്പോൾ ദേശീയ അംഗീകാരം ഇല്ല എന്ന് തോന്നുന്നു. അപ്പം ഇടതുപക്ഷം രാജ്യത്ത് വീണ്ടും ഒന്നുകൂടെ പിന്നോട്ട് പോകുന്നൊരവസ്ഥ വരില്ലേ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ? ആ ഒരു രീതിയിൽ വേണ്ടത്ര ഒരു അതിൻ്റെ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ അരിവാളും കതിരും 52-ലെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് മുതൽ മാറാത്ത ചിഹ്നമാണ് സി പി ഐയുടെ. മാറാത്ത ചിഹ്നം, ഒറ്റ ചിഹ്നമേ ഉള്ളൂ. ഒരു പാർട്ടിക്ക് ആ ചിഹ്നമുള്ളൂ. ആ ചിഹ്നം നഷ്ടപ്പെട്ടു ദേശീയ തലത്തിൽ. സി പി ഐക്ക് ദേശീയ തലത്തിൽ അംഗീകാരം പോയപ്പോൾ അത് ഞങ്ങൾ തീർച്ചയായിട്ടും ബദലിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞു, കിട്ടേണ്ട സീറ്റ് കിട്ടാതെ പോയപ്പോഴാണ്, കിട്ടേണ്ട വോട്ട് കിട്ടാതെ പോയപ്പോഴാണ് അംഗീകാരം പോയത്. അത് തിരിച്ചു പിടിക്കാൻ പറ്റും. തിരിച്ചു പിടിക്കാൻ ശ്രമിക്കേണ്ടത് വോട്ടും സീറ്റും തിരിച്ചു പിടിക്കലാണ്. അതിനാണ് സി പി ഐ ശ്രമിക്കേണ്ടത്. ഞങ്ങളുടെ ദൗർബല്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവ തിരുത്തി മുന്നോട്ട് പോകാൻ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യ മുഴുവനും സി പി ഐ വഹിക്കേണ്ട ഒരു പങ്കിനെപ്പറ്റി അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ജാഗ്രത സി പി ഐക്കുള്ളതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള ഉത്കണ്ഠ സി പി എമ്മിനുമുണ്ട്. ബാലൻ എല്ലാവർക്കും അറിയാം, എൻ്റെ നല്ല സുഹൃത്താണ് ബാലൻ. വിദ്യാർത്ഥി കാലത്ത് ബാലൻ SFI ഭാരവാഹി, ഞാൻ ASF ഭാരവാഹി. അന്നു മുതലേ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരാണ്. അക്ഷരാർത്ഥത്തിൽ ഒരുമിച്ച് കിടന്നുറങ്ങിയവരാണ് അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ എനിക്ക് ബാലനെ നല്ലവണ്ണം അറിയാം. ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ തമാശയുടെ മമ്പൊടി ചേർക്കും. ആ തമാശയെ മാറ്റിവെക്കുക. പക്ഷേ അതിനെപ്പറ്റി ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാകേണ്ട ജാഗ്രതയാണ് ബാലൻ പറഞ്ഞത്. അണികളെ അത് ഏറ്റവും നല്ല രീതിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈനാമ്പച്ചിയുടെ കഥ ബാലൻ പറഞ്ഞത്. പക്ഷേ അത് ഗൗരവമുള്ള പ്രശ്നമായിട്ട് സി പി ഐക്ക് ഒരു ക്ഷീണം സംഭവിച്ചാൽ സി പി എമ്മിന് നോവണം. സി പി എമ്മിന് ആ നഷ്ടം അല്ലെങ്കിൽ ആ ഒരു മുറിവ് പറ്റിയാൽ ഞങ്ങൾക്ക് ബദലിക്കും. ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടുത്ത 2 സഹാക്കളാണ്, 2 പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ സി പി ഐയും സി പി എമ്മും ഒന്നാകണം എന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം വേഗം മനസ്സിലാവും.